വന്ദനം ഞാൻ പിന്നെയും അറിയിക്കുന്നു. വളരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന ശിഷ്യന്മാർ കല്ലെറിയുവാൻ നിൽക്കുന്ന അവരുടെ മുമ്പിലേക്ക് പോകേണ്ട എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ, ഞാൻ ഓടി ഒളിക്കുന്നവനല്ല, എന്റെ വേല ചെയ്യുവാൻ പകലിന് 12 മണി നേരമുണ്ടല്ലോ എന്ന് കർത്താവ് പറയുക. പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രി നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ കൊണ്ട് ഇടറുന്നു എന്ന ഉത്തരം പറഞ്ഞു. സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ ഉൾക്കൊണ്ടവരാണ്. അവരെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വിളക്ക് അല്ലെങ്കിൽ വെളിച്ചം തണ്ടിന്മേൽ പ്രകാശിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക ദർശനം പ്രാപിച്ചത് തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ്. തിരുവചനമാകുന്ന വെളിച്ചം നമ്മിൽ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാത്രി ആകുന്നതിന് മുൻപേ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവിന് മുൻപേ നമുക്ക് ലഭിച്ച വെളിച്ചം നാം പ്രകാശിപ്പിക്കേണ്ടതാണ്. അനേകർ ഈ വെളിച്ചത്തിലേക്ക് വരണം, അനേകർ തിരുവെഴുത്തിലേക്ക് വരണം, അനേകർ ഈ സത്യവെളിച്ചം ഉൾക്കൊള്ളുവാനിടയായി തീരണം. അപ്പൊ നമുക്ക് ലഭിച്ച വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം ആ 12 മണി നേരം നാം ഇടറിപ്പോകേണ്ടവരല്ല, ഞാൻ അനേകരെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചെടുക്കേണ്ടവരാണ്. എന്നാൽ കർത്താവിന്റെ വെളിച്ചം ഉൾക്കൊള്ളാത്തവർ, അവർ ഇരുളിലാണ് നടക്കുന്നത്, അവർ ഇടറിപ്പോകുന്നവരാണ്. അപ്പൊ കർത്താവാകുന്ന വെളിച്ചം ഉൾക്കൊള്ളാത്ത പിശാചിന്റെ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ മേഖലകളിലൂടെ ഉഴലുന്ന വ്യക്തികളെ സത്യവെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ദൈവം പ്രാപ്തി തന്നിട്ടുണ്ട്. ആ ഉൾബോധം നമ്മിൽ ചലിക്കുവാനിടയായി തീരണം. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് വെളിച്ചത്തിലാണ്. കർത്താവ് പറയുന്നു, ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നവനാണ്. അന്ധകാരം വ്യാപരിക്കപ്പെട്ട സുവിശേഷ ദർശനമില്ലാത്തവർ അവർ ഇടറിപ്പോകും, വെളിച്ചത്തിന് എതിരെ പ്രവർത്തിപ്പാനിടയാകും. എന്നാൽ വെളിച്ചത്തെ നിർമൂലമാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. വെളിച്ചം പ്രകാശിക്കുന്നിടത്ത് ഇരുൾ നീങ്ങിപ്പോവുകയാണ്, അവിടെ ഇടർച്ചയ്ക്ക് സംഗതിയില്ല. നമ്മുടെ ജീവിതത്തിൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക ദർശനം പ്രാപിച്ചുകൊണ്ട് കർത്താവുമായി ഒരു അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നാം വെളിച്ചത്തിലാണ് വസിക്കുന്നത്. പകൽ മുഴുവനും പ്രവർത്തിക്കുവാനുള്ള സമയമുണ്ട്. ഇരുളിന്റെ അന്ധകാരത്തിന്റെ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന അനേകരെ വിടുവിച്ച് ഈ നിത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാനിടയായി തീരട്ടെ.